ഈ ആനയെ മെരുക്കുന്നത് സാർ കണ്ടിട്ടുണ്ടായിരിക്കും. പാപ്പാൻ ഇത്രേ കാണത്തുള്ളൂ. പക്ഷേ ഈ മതം പിടിച്ച് നിൽക്കുന്ന ആനയെ ഒരു പാപ്പാൻ ഒരു തോട്ടി കൊണ്ടാണ് നിർത്തുന്നത്, നിലയ്ക്ക് നിർത്തുന്നത്. എനിക്ക് ഈ ട്രംപിനെ ഇന്ത്യ നിലയ്ക്ക് നിർത്തുന്നത് കാണുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. ഒരു ഭ്രാന്തനെ പോലെ പല കാര്യങ്ങളും പറയും. അതായത് താരിഫ് 50% താരിഫ് ഇറക്കും, ഇനി 50% വീണ്ടും ചുമത്തും, H1B വിസ നിരോധിക്കും, ടെക് മേഖല മൊത്തം നശിപ്പിക്കും എന്നൊക്കെയാണ് പറയുക, ഔട്ട്സോഴ്സിങ് നിർത്തും. ഇതെല്ലാം പറയുമ്പോഴും ഇന്ത്യ മിണ്ടാതിരിക്കും. അവസാനം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയാവാം, ഇന്ത്യ മറ്റേ കല്യാണരാമൻ സിനിമയിൽ അയാൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ച് ചോറാവാന്ന് പറയുന്ന പോലെ ട്രംപ് വൈകുന്നേരം ആകുമ്പോൾ പറയും എന്താ പറയുക, രണ്ടെണ്ണം അടിച്ചിട്ടാണെന്ന് തോന്നുന്നു ട്രംപ്. അപ്പോഴാണ് അദ്ദേഹത്തിന് അപ്പോഴാണ് നോർമൽ ആവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പറയും ചർച്ചയാവാം, മോദി എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞു ഫ്രണ്ടൊക്കെയാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. ഇപ്പം ഇത്രയും നിങ്ങൾ കാണിച്ചല്ലോ, ഇനിയിപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഫ്രണ്ടൊക്കെ തന്നെ അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രംപ് അയക്കുകയാണോ ശരിക്കും? അയക്കുകയാണെന്ന് വെച്ചാൽ അയഞ്ഞേ പറ്റും. കാരണം നമ്മൾ ഈ ലോകക്രമത്തിനകത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക ശക്തിയായി ഇപ്പോഴും, സൈനിക ശക്തിയായി ഇപ്പോഴും ലോകത്തിലെ നമ്പർ 1 രാജ്യമാണ് എല്ലാ രീതിയിലും നോക്കുമ്പോൾ. ആ രാജ്യത്തോട് നമ്മൾ ഈ പറയുന്നത് പോലെ വ്യാപാര കരാറിനകത്ത് ചില നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ വ്യാപാര കരാർ ഒപ്പിടാൻ പറ്റത്തില്ല എന്ന് തീരുമാനിച്ചു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപാര കരാറും താരിഫും പറ്റിയുമാണ് പുള്ളി ആദ്യം ആലോചിച്ചത്. അതിനെപ്പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുന്നു. ആദ്യം ഒരു താരിഫ് ഏർപ്പെടുത്തിയിട്ട് കൈകൊള്ളുന്നു, തിരിച്ചു പിടിക്കുന്നു. ആ സമയത്ത് തന്നെ ആദ്യമേ തന്നെ പറയുന്നു, ഈ പറയുന്ന ട്രംപ് ബുദ്ധിയില്ലാത്തവനാണെന്ന് നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അയാൾ ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല, അയാളൊരു ബുദ്ധിമാൻ തന്നെയാണ്, വിജയിച്ച അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ശരീരഭാഷ, മെയ്വഴക്കം, അത് നമ്മളുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒക്കത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, അയാൾ ആദ്യമേ പറഞ്ഞത് എന്താണെന്ന് അറിയാം, വ്യാപാര കരാർ ഒപ്പിടാൻ പോകുന്നു ഇന്ത്യ മഹാരാജ്യവും അമേരിക്കയും തമ്മിൽ. ആദ്യത്തെ വ്യാപാര കരാർ ഞങ്ങൾ തമ്മിലായിരിക്കും ഒപ്പിടുന്നത്. എന്നിട്ട് പുള്ളി ഈ പറയുന്ന മൈ ഫ്രണ്ട് ബായ് ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു വ്യാപാര കരാർ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ കുറെ തിട്ടൂരം അതിനകത്ത് വെച്ചിട്ട് ഒരു പണിയുമായിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം ഇദ്ദേഹത്തിന്റെ സോയാബീന്റെ ആഗോള ഭീമനുമായിട്ടുള്ള ഇലക്ഷൻ സമയത്ത് കച്ചവടം, അല്ലെങ്കിൽ ആ ഒരു കരാർ അതിപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. കാരണം സോയാബീൻ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതിന്റെ ആഗോള ഭീമൻ, അല്ലെങ്കിൽ അതിന്റെ പുറകിലെ കമ്പനി ലോകത്തിലെ തന്നെ വലിയ പഴക്കമുള്ളതും ലോകത്തെ നിയന്ത്രിക്കുന്നതുമായിട്ടൊരു കമ്പനിയാണ്. അതുപോലെ ഈ പറയുന്ന പാല് കച്ചവടം, നോൺ വെജ് പാൽ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരണം, കാർഷിക മേഖലയിൽ ഈ പറയുന്ന ചില സാധനങ്ങൾ ഇന്ത്യയിൽ വിൽക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു വലിയ ഭീമനുണ്ട്. ആ ഭീമനാണ് ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് ഇവരെ സഹായിച്ചത്. അപ്പൊ അന്ന് കൊടുത്തിരുന്ന ഒരു വാക്കായിരിക്കാം, ഇന്ത്യയുടെ കമ്പോളം ഞാൻ നിങ്ങൾക്ക് പിടിച്ചു തരും. ഇവിടത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, 2014 ശേഷം ഇന്ത്യയെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും ലോകം ഉറ്റുനോക്കുന്ന സൈനിക ശക്തിയായിട്ടും ലോകം ഭയപ്പെടുന്ന പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യമൊക്കെ ആയിട്ട് മാറ്റണമെങ്കിൽ 10 കൊല്ലം കൊണ്ടാണ്. കോൺഗ്രസ്സുകാരൻ പറയും പിന്നെ ഇന്ന് 10 കൊല്ലം കൊണ്ടില്ല ഇതെല്ലാം ഉണ്ടായത്, അതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരൻ വരുമ്പോഴും ഈ ഭൂപ്രകൃതിയും ഈ സംവിധാനവും ഇന്ത്യ മഹാരാജ്യവും ഒക്കെ ഉണ്ടായിരുന്നു. 1000 കൊല്ലത്തിന്റെ പുറകോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ GDP എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏഷ്യയുടെ GDP എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ മാത്രം ഭാരതത്തിന്റെ GDP എത്ര വലുതായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു. അവിടെ നിന്നല്ലേ ഇവരെല്ലാം കൊള്ളയടിച്ചോണ്ട് പോയത്. അപ്പൊ പഴയത് ഉണ്ടായിരുന്നു, അല്ലാതെ നശിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ ആ ചെറുക്കൻ ഗൾഫിൽ പോയി 10 പൈസ ഉണ്ടാക്കി വന്ന തന്തോ നശിപ്പിച്ചെല്ലാം തിരിച്ചു മേടിച്ചെന്നൊക്കെ വീട്ടുകാർ പറയത്തില്ലേ എന്ന് പറഞ്ഞത്. 60 കൊല്ലം ഇവർ ഭരിച്ചു മുടിച്ചതേ ഉള്ളൂ, പേരേ ഉള്ളായിരുന്നു. ആ പേരിനകത്ത് നിന്നുകൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് ഈ രാജ്യത്തെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പുള്ള പ്രതാപത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് തീരുമാനമെടുക്കാനും അത്തരത്തിൽ കാര്യങ്ങൾ ആ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ കൊണ്ടുപോകാനും ആരുടെ അടുത്തും കോംപ്രമൈസ് ഇല്ല. അവിടെയാണ് ഈ പറയുന്നത് പോലെ പാളിച്ച പറ്റിയത്. അതൊക്കെ വ്യാപാര കരാർ അവിടെ വെച്ച് നിന്നല്ലോ. ഇതുവരെ ഒപ്പിട്ടിട്ടുണ്ടോ? ഈ വ്യാപാര കരാർ നമ്മൾ പറഞ്ഞില്ല പൊട്ടനാണ്. ഈ വ്യാപാര കരാർ ഇന്ത്യയുമായിട്ട് ഒപ്പിടിയിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന രാജ്യമല്ലേ ഇന്ത്യ. അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എല്ലാ രാജ്യത്തിനും അഭിപ്രായമുള്ള ഇന്ത്യ, അല്ലെങ്കിൽ എല്ലാ ഇന്ത്യ എന്ത് അഭിപ്രായം പറയുന്നതിനനുസരിച്ച് ലോകക്രമം വരെ ഒരു പരിധി വരെ മാറുകയും തിരിയുകയും അല്ലെങ്കിൽ അതിനെ ഉറ്റുനോക്കി തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു
വ്യാപാര കരാർ, ലോകം മൊത്തവും താരിഫ്, അല്ലെങ്കിൽ 100 രാജ്യങ്ങൾ താരിഫ് ഏർപ്പെടുത്താൻ ഇരിക്കുന്ന അമേരിക്ക, അല്ലെങ്കിൽ ട്രംപ്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒപ്പിടിക്കാൻ ഇരിക്കുന്നത് ആദ്യം ഇന്ത്യയെ പോലെ കരുത്തുള്ള, നട്ടലുള്ള, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, സ്വന്തമായിട്ട് തീരുമാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി എടുപ്പിച്ചത് എങ്ങനെ ഇരുന്നേനെ? അവിടെയാണ് പാളിയത്. അവിടെ കൊണ്ടാണ് 25% ആവുന്നത്, അവിടെ കൊണ്ടാണ് 50% ആവുന്നത്. അവിടെ വെച്ചാണ് പുള്ളി കണ്ടുപിടിച്ചത് റഷ്യയിൽ എണ്ണ റഷ്യ ഇന്ത്യ മഹാരാജ്യ എണ്ണ അല്ലെ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ടായ റഷ്യ യുദ്ധം ചെയ്യുന്നത്. അയാൾ മേടിക്കുന്നതിന് വളത്തിന്റെ കാശ് യുദ്ധത്തിന് കൊള്ളത്തില്ലല്ലോ. നമ്മൾ മുമ്പ് പറഞ്ഞ 51% യൂറോപ്യൻ രാജ്യങ്ങൾ മേടിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ യുദ്ധത്തിന് ആ പൈസ യുദ്ധത്തിന് കൊള്ളത്തില്ല. ചൈന കൊടുക്കുന്ന പൈസ യുദ്ധത്തിന് കൊള്ളത്തില്ല. ഇന്ത്യ കൊടുക്കുന്ന കാരണം അല്ലെങ്കിൽ ഇതാ കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെറുതെ ബാൻ കൊണ്ടുവരുമെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. 50% കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പം രക്ഷയില്ല. അമേരിക്ക പണപ്പെരുപ്പമായി, അറിയാവോ? അമേരിക്ക GDP ലെവൽ താപ്പോട്ട് പോകുന്നു. അമേരിക്കയിലെ 2008 മാന്ദ്യം പ്രവചിച്ച ആൾ പറയുന്നു അമേരിക്ക മാന്ദ്യത്തിലേക്ക് പോകുന്നു. അതായത് അമേരിക്കയെ GDP ഗ്രോത്ത് ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിൽ മൊത്തം മൂന്നിലൊന്ന് മാന്ദ്യത്തിലേക്ക് പോയി. അതായത് അമേരിക്ക താഴെ വീണു, പാപ്പരാകുന്ന അവസരം. അപ്പൊ ഒന്ന് ഞങ്ങൾ ചർച്ചയുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളാ. ശരി, സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ മോദി പറഞ്ഞു സുഹൃത്തുക്കളാ, അതിന് വ്യത്യാസമുണ്ടോ? അപ്പൊ ഞങ്ങൾ തമ്മിൽ ചർച്ചയുണ്ട്, നല്ലതല്ലേ? ഞങ്ങൾക്ക് രണ്ടും കൂടെ ചർച്ചയുണ്ട്, അത് ഉടനെ തീരുമാനമാകുമെന്ന് പറഞ്ഞപ്പം ഇയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഒന്ന് മോദിയുടെ അടുത്ത് പിണക്കോടാ എന്ന് ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇന്നലെ നിങ്ങൾ പറയുന്നത് ഇയാളെ വിട്ട് രാവിലെ പോയിട്ട് കാര്യം മോദി ഇന്നലെ പറഞ്ഞ മറുപടി കേട്ടോ. 2 രാജ്യങ്ങൾക്കും പുരോഗതിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു വ്യാപാര കരാർ നമുക്ക് ആലോചിക്കാം. അത്തരത്തിൽ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് നമ്മുടെ 2 രാജ്യത്തിനും പുരോഗതിയിൽ ഉതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ആ വർത്താനം പറയുന്നതിനകത്ത് കൃത്യതയുണ്ട്, ചുമ്മാ വർത്താനം പറയുന്നില്ല, മനസ്സിലാവുന്നില്ല. ആധികാരികമായിട്ട് അതിന് ആധികാരികമായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് എന്താണെന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ രീതിയിലേ പറയത്തുള്ളൂ, അതേ രീതിയിലൊക്കെ ചർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ SCO മീറ്റ് ഇയാൾ ഉണ്ടാക്കിയതല്ല, ഇയാളാണ് നശിപ്പിച്ചത് മൊത്തം, വേറെ ആരുമല്ല. നമ്മളൊന്നിനും പോയിട്ടില്ല, ട്രംപാണ്. ഇപ്പൊ 20 കൊല്ലം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു നമ്മുടെ അജിത് ഡോവലിന്റെ കൂട്ടുള്ള ഒരു ഉപദേഷ്ടാവ്, അദ്ദേഹം നേരത്തെ അയാൾ പഴയ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപദേഷ്ടാവ് ഇദ്ദേഹത്തിന്റെ അജിത് ഡോവലിന്റെ അതേ റാങ്കിലുള്ള ആള്. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ എത്ര കൊല്ലം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംവിധാനമാണ്. അതെ, ഇത് 10-20 കൊല്ലം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടു. കാരണം ഒരു സംവിധാനം, കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇന്ത്യക്കുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിനകത്ത് കോട്ട ഉണ്ടാക്കിയിട്ട് ആ ബന്ധത്തിനെക്കാട്ടി വലിയൊരു ബന്ധം, കോട്ട ഉണ്ടാക്കി ആ ബന്ധത്തെക്കാട്ടി വലിയൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇതിനു മുമ്പിരുന്ന പ്രസിഡന്റുമാര് അമേരിക്കൻ പണിപ്പെട്ട് കൊണ്ടുവന്ന് 10-20 കൊല്ലം കൊണ്ട് അതൊരു സക്സസ് റേറ്റിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എത്തുന്ന അമേരിക്കകൾ മൊത്തം നശിപ്പിച്ച് ഇത് എങ്ങനെ ആക്കിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെയാകും, ഇതൊരിക്കലെങ്കിലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുമോ, വീണ്ടും ഇവൻ ചതിയനാണെന്നും വഞ്ചകനാണെന്നും അല്ലെങ്കിൽ ഇവനെ ലോകത്തൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും ഉള്ള കാര്യം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടില്ലേ? മാത്രമല്ല ഇത് ബോധ്യപ്പെടുത്തുന്നതിന് ഇന്ത്യ വലിയ മിടുക്കുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഈ പരാജയപ്പെട്ടതിലെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പം വന്നതിനകത്ത് ട്രംപ് വരച്ചവരെ ഞാൻ പറഞ്ഞത് SCO മീറ്റ് ഇയാൾ കൊണ്ടുവന്നാ ഈ പറയുന്ന 3 പേരിൽ ഒന്നിച്ചില്ലേ? അല്ലെങ്കിൽ ബ്രിക്സ് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചെന്തിനാ? ഈ ടാരിഫിനകത്തു നിന്ന് അതിനെ ഓവർകം ചെയ്യുന്നതിനും നമ്മളതിനെ ഓവർകം ചെയ്യുന്നതിനും ഒക്കെയാണ്. നമ്മൾ പിന്നെ ഈ ബ്രിക്സിനകത്തുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ബ്രസീൽ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് നമുക്ക് വേറെ കറൻസി തന്നെ വേണമെന്നാ. അപ്പൊ ഇന്ത്യ പറഞ്ഞു അവിടെ നില്ലേ കറൻസിയൊക്കെ അവിടെ നിന്നില്ല, നിങ്ങൾ സമാധാനം കൊടുക്കും, നമ്മൾ ഇതിനെ പെല്ല ചവിട്ടി കറൻസി അടിക്കാതെ ഈ സാധനം അടിച്ച് വെളിക്കളയാം. അതാ ഇന്ത്യ ലൈൻ. അപ്പൊ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുണ്ട്. ഇതാരാ ഉണ്ടാക്കി? ലോകകർമ്മത്തിനകത്ത് അമേരിക്കക്കെതിരെ ശക്തമായൊരു ചേരി നമ്മളൊന്ന് നേരെ എന്നപ്പോഴാ വന്നേ. ഇതിനു മുമ്പ് ബ്രിക്സ് ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകൾ പല നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന പോലെ തീരുമാനമെടുക്കാനും ലോകം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. ഇപ്പൊ തീരുമാനമായി, GCC രാജ്യങ്ങൾ വന്നു തുടങ്ങി. പല രാജ്യങ്ങളും നാറ്റോയ്ക്കകത്തുനിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തുനിന്ന് ഇതിനകത്ത് ബ്രിക്സിനെ കൂട്ടിയോജിപ്പിച്ച് പോകണം, നാളെ കാലത്ത് ഇങ്ങോട്ട് വരാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളായി. അപ്പോഴാ തമ്പര് തോന്നി നമ്മളെ ശരിയാക്കി ചേട്ടാ കാര്യങ്ങൾ കൈവിട്ടുപോയി. പക്ഷെ വലിയൊരു പ്രയോജനം അയാൾ ഉണ്ടാക്കി തന്നെ കേട്ടോ. എന്താണെന്നറിയോ, നമ്മളിത് ഇയാളെ ഇനി വിശ്വസിച്ച് പോകുന്ന അവസ്ഥയൊന്നുമില്ല. കച്ചവടം വേണോ ചെയ്യാം, പക്ഷെ വെളിയിലുള്ള കച്ചവടം നമ്മൾ കമ്മിറ്റ് ചെയ്ത കച്ചവടം ഒന്നും മാറ്റിപ്പോകുന്ന ഒരു അവസ്ഥയില്ല ബാക്കിയുള്ള. അപ്പൊ നമുക്ക് എന്ത് ഗുണമായി? ഇരട്ടി ഗുണം, 4 ഇരട്ടി ഗുണം. ട്രംപിന് കുറ്റബോധം. ട്രംപ് നമ്മുടെ സുഹൃത്താപ്പാ, ബെസ്റ്റ് ഫ്രണ്ട്. രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് BJPക്ക് എത്ര ഗുണം ഉണ്ടാവുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ലോകക്രമത്തിനകത്ത് ശരിക്കും ഇന്ത്യൻ അല്ലേ ചാരനാണോ, ഇന്ത്യൻ ചാരനാണോ അതോ റഷ്യൻ ചാരനാണോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമുക്ക് ആലോചിക്കണം. ഗുണമാണിത്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഗുണമായി എന്ന് വേണം പറയാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ.